ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ സോയ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ഡ്രൈ സോയ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം സോയ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ഗ്ലാസ് വെള്ളമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി വെള്ളം ഒന്ന് ബോയിലായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ ബോയിലായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് സോയ ഇട്ട് കൊടുക്കണം. ഞാനിത് വാഷ് ചെയ്ത് വെച്ച സോയയാണ്, 100 grams ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതിലോട്ട് ചേർത്ത്. ഇപ്പോൾ നമ്മുടെ സോയ എല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഞാനൊരു 2 minutes തിളപ്പിച്ചതാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് വാർത്ത് വയ്ക്കാം. നമ്മുടെ സോയ എല്ലാം ഇപ്പോൾ നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം. നമ്മൾ കുറേശ്ശെയായിട്ട് കയ്യിലെടുത്ത് നന്നായി പിഴിഞ്ഞതിന് ശേഷം വെള്ളം നന്നായി തന്നെ പിഴിഞ്ഞ് കളഞ്ഞ് ഒരു പ്ലേറ്റിലോട്ട് മാറ്റണം. ഇത് വലിയ സോയ ആയതുകൊണ്ട് ഞാനിത് ജസ്റ്റ് ഒന്ന് മിഡിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിതൊരു മിഡിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്കപ്പോൾ മസാലയെല്ലാം അതിൽ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് സോയ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കടലമാവ്, ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 എഗ്ഗ് എടുത്ത് വെച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. വെള്ളം കുറേശ്ശെയായി ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഈ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് സോയ കട്ട് ചെയ്ത് വെച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം സോയയിൽ നന്നായി മിക്സ് ചെയ്ത് വെക്കണം. ഇപ്പോൾ സോയയിലെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സോയ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനൊരു പാൻ വെച്ച് ഓയിലൊഴിച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് സോയ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു സൈഡിലൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടൊന്ന് നന്നായി മൊരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ സോയ ഇവിടെ നല്ല ക്രിസ്പിയായി വരുന്നുണ്ട്. ഒന്നുകൂടെ ഇതൊന്ന് ഫ്രൈ ആയി വരണം. ഇതിൽ കടലമാവും അരിപ്പൊടിയും കോൺഫ്ലവറും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് നല്ല ക്രിസ്പി ആയിരിക്കും. പിന്നെ ഓയിലും അധികം കുടിക്കില്ല. ഇപ്പോൾ നമ്മുടെ സോയ ഇവിടെ നല്ല ക്രിസ്പിയായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റാം.
നമ്മുടെ സോയയെല്ലാം ഓയിലൊന്നും അധികം കുടിക്കാതെ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമുക്കിനി ഇതിലോട്ടുള്ള ഉള്ളി ഒന്ന് വാട്ടിയെടുക്കണം. ഞാനതിനായിട്ട് സവാള ഒരു 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. വലിയ സവാളയാണ്, അത് കട്ട് ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ നമുക്കത് പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സവാളയെല്ലാം നന്നായി തന്നെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. നമുക്കിതിലോട്ട് സവാളയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ സവാളയെല്ലാം ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ ഇതൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് അല്പം വേപ്പിലയും 3 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതൊന്നുകൂടെ എന്നിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ സവാളയെല്ലാം കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒന്ന് റോസ് സ്മെല്ല് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കണം. ഞാനൊരു 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. തക്കാളി പെട്ടെന്ന് തന്നെ വെന്ത് വരാനാണ്. ഇപ്പോൾ നമ്മുടെ തക്കാളിയെല്ലാം നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ടുള്ള മസാലകളെല്ലാം ചേർത്ത് കൊടുക്കണം. നമുക്ക് ആദ്യം ഇതിലോട്ടൊരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടിയാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം കൂടെ നന്നായി തന്നെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സോസുകളെല്ലാം ചേർത്ത് കൊടുക്കണം. ഇതിലോട്ട് ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ സോയ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് സോയ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കെച്ചപ്പ് കൂടെ ഒഴിച്ചു കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പ് ഈ സമയം വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഓൾറെഡി സോയയിലും ഉള്ളിയിലെല്ലാം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിരുന്നു. പിന്നെ നമ്മുടെ സോയ സോസിലും ഉപ്പുള്ളതാണ്. അപ്പോൾ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ സോയ റോസ്റ്റ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പോൾ നമ്മുടെ സോയ റോസ്റ്റ് റെഡി ആയിട്ട് ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും എല്ലാം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. സോയയുടെ ടേസ്റ്റ് സ്വതവേ ഇഷ്ടമില്ലാത്തവർക്കും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന്
ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.